ഈ അടുത്ത് നടന്നൊരു ഒരു 5 പേരെ കൊന്നൊരു സംഭവം. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അത് എങ്ങനെ ഉണ്ടായി, ആരാണ് ഇവനെ സഹായിച്ച ആളുകൾ, ഒരാളെ കൊണ്ട് ഇത്രയും പറ്റും. അപ്പോൾ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ മറ്റുള്ള അറിഞ്ഞില്ലേ, വീണ്ടും ആ വീട്ടിൽ ഒരു കൊലപാതകം നടക്കും. ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. പറയേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ എന്ത് പറഞ്ഞാലും ശരി, എങ്ങനെ പ്രവർത്തിച്ചാലും ശരി, ക്രൈം നമ്മുടെയൊക്കെ മനസ്സിനകത്ത്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്, ആകാശവാണിയിൽ കാരപ്പറമ്പിൽ. അവിടേക്ക് പോയി. ഓക്കെ. അവിടെ ചെന്നപ്പോഴറിയണേ കടലുണ്ടിയിൽ ഒരു ദുരന്തമുണ്ടായിട്ടുണ്ട്. അതെന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയൊരു സംഭവമാണ്. കാരണം ഇവർ ഇപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വായനയിൽ പറയുന്നത് നമുക്ക് എന്ത് വികാരം ഉണ്ടെങ്കിലും വായനയെ പ്രതിഫലിപ്പിക്കാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാം, ജോലി ചെയ്യും വേണം. അത് വല്ലാതെ തന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. ആകാശവാണിയിൽ നിന്ന് ഇറങ്ങിയാൽ പ്രാദേശിക വാർത്തകൾക്ക് എന്ത് സംഭവം? തുടരും. പ്രാദേശിക വാർത്ത മരിക്കുന്ന പ്രശ്നമില്ല, പക്ഷെ പോയാലേ പറ്റുള്ളൂ. നമുക്ക് 60 കഴിഞ്ഞാൽ പിന്നെ ഈ പടി കയറാൻ പറ്റുമല്ലോ. ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. ഒരു വരി കൊണ്ട് ഏകദേശം 4 നൂറ്റാണ്ടിനപ്പുറം മലയാളിയെ വാർത്തയുടെ സ്പന്ദനങ്ങൾ അറിയിച്ച ഹക്കിം കൂട്ടായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. എന്ന ഒരു വരി കൊണ്ട് ഏകദേശം 4 നൂറ്റാണ്ടിനപ്പുറം മലയാളിയെ വാർത്തയുടെ സ്പന്ദനങ്ങൾ അറിയിച്ച ഹക്കിം കൂട്ടായി. അദ്ദേഹം ആകാശവാണിയുടെ പടികളിറങ്ങുന്ന അവസാന ദിവസമാണെന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനാവുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ഹക്കിം കൂട്ടായി എന്നുള്ള ഒരു വാക്ക് റേഡിയോയിലൂടെ വരുന്നതോടുകൂടി ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ഇൻഫോർമേഷനുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ ഇൻഫോർടൈൻമെൻറ്റ് എന്നൊക്കെയുള്ള വാക്കൊക്കെ മലയാളിയിലേക്ക് എത്തുന്നതൊക്കെ സാറ് വരുന്ന വഴിയിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷത്തിലേക്ക് പോകും. 28ാമത്തെ വർഷം വാർത്തകളുടെ ലോകത്ത്. അന്ന് ഒരു 33ാമത്തെ വയസ്സിൽ ഈ ജോലിക്ക് കയറിയ ആദ്യ ദിനമുണ്ടല്ലോ, ആ ദിനത്തെ ഇപ്പോൾ ഓർത്തെടുത്താൽ എങ്ങനെയുണ്ടാവും? അത് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് 1997 നവംബർ 28-നാണ്. ഡൽഹിയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. അപ്പം കേരളത്തിൽ നിന്ന് ഡൽഹി പോകുമെന്ന് പറഞ്ഞാൽ അന്ന് ഡൽഹി അത്ര ഒരു സുഖകരമായ അന്തരീക്ഷമല്ല. അതെ. അപ്പോൾ ഡൽഹി പോകുമ്പോൾ വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബോംബ് പൊട്ടുന്നു, പ്രയാസങ്ങളുണ്ടാവുന്നു, അങ്ങനെ. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ അന്ന് ഒരാളെ കാണണം എന്നായിരുന്നു. അതായത് ഞാൻ ചെറുപ്പനാൾ തൊട്ട് കുഞ്ഞുനാൾ തൊട്ട് കേട്ടുകൊണ്ടിരുന്നൊരു പേരുണ്ട്, അത് ഗോപൻ്റെതായിരുന്നു. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ശ്വാസകോശം. അതെ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ ഉത്സവപ്പറമ്പുകളിൽ അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ വാർഷികങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാണിയായിട്ട് നിൽക്കുമ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവർ ചെയ്തിരുന്ന എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഉപരി സിനിമാ താരങ്ങളെക്കാൾ ഉപരി ഗോപൻ്റെ ശബ്ദം അനുകരിക്കുക. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ എന്നിട്ടാണ് പറയാം. അന്ന് തൊട്ടേ ഗോപൻ സാറെ കാണണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അധികം വിട്ടു നിൽക്കാറില്ല. എപ്പോഴും വീടും അന്തരീക്ഷമൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകണം എന്നുള്ള ഒരാഗ്രഹക്കാരാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തെ കാണുന്ന വലിയ ആഗ്രഹത്തോടു കൂടി ആണ് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് മലയാളം ന്യൂസ് ഇൻചാർജായിട്ട് നിയന്ത്രിക്കുന്നത് ഗോപൻ സാറാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവംബർ 27 ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഡിസംബർ 8-ന് അപ്പോൾ എനിക്ക് ബുള്ളറ്റിൻ എല്ലാ ദിവസവും തരും വായിച്ചു നോക്കാൻ. ഓരോ ദിവസത്തെയും ബുള്ളറ്റിൻ വായിച്ചു നോക്കാൻ വേണ്ടി തരും. അപ്പോൾ ഡിസംബർ 8 ആയപ്പോൾ അന്ന് രാവിലെ ഞാനിരുന്ന് വായിക്കുമ്പോൾ അദ്ദേഹം വന്നു, ഗോപൻ സാർ വന്നു. ഗോപൻ സാർ വന്നിട്ട് പറഞ്ഞു, ഹക്കീം നന്നായിട്ട് വായിക്കണ്ടല്ലോ, അപ്പോൾ ഇന്ന് നമുക്ക് എയറിൽ പോയാലോ എന്ന് ചോദിച്ചു. ബുള്ളറ്റിൻ എയറിൽ പോയാലോ എന്ന് ചോദിച്ചു. ഓൺ എയർ ആവുകയാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ ആ ഒരു നിമിഷം കാത്തിരുന്നത്. അപ്പോൾ സാർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഡ്യൂട്ടി പ്രകാരം ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടെ കാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്ന രാജശേഖരനുണ്ട്, ആളാണ് വായിക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്നപ്പം ഗോപൻ സാർ പറയുന്ന ഹക്കീം വായിക്കട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി സ്റ്റാൻഡ് ബൈ നിന്നിട്ട്
ഹക്കീമിനെ കൊണ്ട് വായിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട്ടുകാരെന്നോട് പറഞ്ഞിരുന്നു പിന്നെ 2 കാര്യങ്ങൾ അവർ പറഞ്ഞത്. ഒന്ന്, ഞാൻ പ്രീ ഡിഗ്രി തൊട്ടേ അറിയപ്പെടുന്ന ഹക്കീം കൂട്ടായി എന്നാണ്, പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ അതിൽ ആ കൂട്ടായി എന്നുള്ള പേര് കട്ട് ചെയ്യരുത്, അതില്ലാതെ വായിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഒരു ആവശ്യം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം, ആദ്യമായിട്ട് വായിക്കുന്ന ദിവസം ഞങ്ങളെ അറിയിക്കണം. ഈ 2 ആവശ്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് രാജശേഖരനോട് ഗോവൻ സാർ പറഞ്ഞു ഒന്ന് ഹക്കീം വായിക്കട്ടെ എന്ന്. പിന്നെ അപ്പോൾ ഗോവൻ സാർ ചോദിച്ചു എന്ത് പേരിലാണ് വായിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹക്കീം കൂട്ടായി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹക്കീം കൂട്ട അപ്പോൾ സാറിന് അറിയില്ലല്ലോ, സാറ് ഡൽഹിയിലല്ലേ, അപ്പം ആ പേരിലാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഗോവൻ സാർ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ കഴിയില്ല, ഒന്ന് ജാതി പേര് പറയാൻ പാടില്ല, സ്ഥലത്തിൻ്റെ പേര് പറയാൻ പാടില്ല, അപ്പോൾ അതില്ലാതെ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗോവൻ സാറോട് പറഞ്ഞു അത് ഇപ്പോൾ ഒരാളിവിടെ വായിച്ചിരുന്നല്ലോ, മാവേലിക്കര രാമേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരോടുകൂടി. അപ്പോൾ പിന്നെ അന്ന് ഒരു ആക്ഷേപമില്ലല്ലോ, അപ്പോൾ എനിക്കും അങ്ങനെ ചെയ്തോളൂ വെച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഒന്ന് ശരി അങ്ങനെ വായിച്ചോളൂ. അപ്പം ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരിൽ അറിയിക്കണമല്ലോ, ഒരു 2ാമത്തെ കണ്ടീഷൻ അതാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പൂർത്തിയായി. 2ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ നമ്മൾ അറിയിക്കണം. അപ്പോൾ അന്ന് സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈൽ ഫോണില്ല, വീടുകളൊന്നും ലാൻഡ് ഫോണില്ല. ഞങ്ങൾ അവിടെ ആ ഗ്രാമപ്രദേശത്തുള്ള ആകെ ഒരു STD ബൂത്ത് മാത്രമാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ബൂത്തിലേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ സംഘടനകളും യുവാക്കളോടൊക്കെ പറഞ്ഞു. വൈകുന്നേരം 7:25 ആദ്യത്തെ ബുള്ളറ്റിൻ എയറിൽ പോണത്. ആ സമയത്ത് അവിടെ അവർ ആ ഗ്രാമം മുഴുവൻ സ്പീക്കർ കെട്ടി പടക്കം പൊട്ടിച്ച് ഉത്സവമാണ്, ശരിക്കും ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഗ്രാമീണരുടെ സ്നേഹം അന്ന് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ്, അവിടെ ഇരുന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞൊരു സന്തോഷം അത് ഏറ്റവും വലുതല്ലേ. നമ്മുടെ ഗ്രാമീണർ, നമ്മുടെ ഗ്രാമത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ, പിന്നെ വലിയ വലിയ ആളുകൾ, അവരൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ മനസ്സോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം പിന്നെ നമുക്കൊരു എന്താ പറയുക സ്നേഹം നമ്മളെ സപ്പോർട്ട് വേറെ ഒന്നുമില്ലല്ലോ നമുക്ക്. അതിനപ്പോൾ നാട്ടിൽ നിന്നുള്ള പിന്തുണയ്ക്ക് അപ്പുറം വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് ജീവിതത്തിൽ. അതല്ലേ എനിക്ക് കിട്ടിയത്, അത് വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് 2004 സുനാമി ദിനങ്ങളെ ഓർക്കാനാണ്. അത് അത്ര ഓർക്കാൻ എളുപ്പമുള്ളതല്ലെങ്കിൽ പോലും സുനാമി റിപ്പോർട്ട് ചെയ്യുക, അതും കടൽക്കരയിന് അടുത്തുള്ള ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ സുനാമിയെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ആ ദിവസങ്ങൾ, ആ ഭീതിയുടെ ദിവസങ്ങൾ എങ്ങനെയാ? ഞങ്ങളിവിടെ പുലർച്ചെ 3 മണിക്ക് 3-3:30 ആകുമ്പോൾ അന്ന് വന്നിരുന്നത്, ഡ്യൂട്ടിക്ക് വന്നിരുന്നു. 3:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ ഓഫീസിലുള്ളൂ. ഈ സമയത്താണ് ഈ സുനാമിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ വലിയൊരു പേടിയല്ലേ, കാരണം ഏത് സമയത്തും കന്യാകുമാരിയിലേക്ക് അടിച്ച സുനാമി നമ്മുടെ ഭാഗത്തേക്ക് അഴിഞ്ഞടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പോലും ചിലപ്പോൾ ആരും അറിയില്ല, ഒരാൾ പോലും അറിയില്ല. അത്രയും ഭീതിയോടെയാണ് നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ സ്പെഷ്യൽ ബുള്ളറ്റിനുകൾ നമ്മൾ കൊടുത്തിരുന്നത്, കാരണം അന്ന് പലപ്പോഴും പവർ ഫെയിലിയർ ആയതുകൊണ്ട് ആളുകൾക്ക് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ ആ അറിയിപ്പുകളൊക്കെ നമ്മൾ ഇതിൻ്റെ സ്റ്റുഡിയോ ഇത് അകത്തിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും സമയത്ത് സുനാമി ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു, ഈ ബിൽഡിങ്ങൊക്കെ പെട്ടെന്ന് തകർന്നു പോകും, ഒരു രക്ഷയില്ല. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം കടപ്പുറം മുഴുവൻ ഭയങ്കര ജനക്കൂട്ടായിരുന്നു സുനാമി കാണാൻ വേണ്ടിയിട്ട്. അതങ്ങനെയുള്ള ഓടുന്ന ആനയുടെ പിന്നാലെ ആളുകൾ ഓടുമല്ലോ. എത്ര ആന മതം പൊട്ടി ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന കുഴപ്പക്കാരനായിട്ട് ഓടുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടും. നമ്മുടെ ഒരു സ്വഭാവം അതാണ്. അത് വെച്ചുകൊണ്ട് പോലീസുകാർ വളരെ ബുദ്ധിമുട്ടി ഇവിടുന്ന് ആളുകളെ തലയോടിയൊക്കെ. പക്ഷേ അത്രയും പേടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഇതിനകത്ത് അതിനേക്കാളും പേടിയായിരുന്നു. ആ ഒരു ഭീതിയിലാണ് നമ്മളന്ന് ബുള്ളറ്റിൻ കൈകാര്യം ചെയ്തിരുന്നത്. അതില്ല എന്ന് പറയാൻ വയ്യ, മനസ്സ് അത്രയും പേടിച്ചിട്ടായിരുന്നത്. ഏത് സമയത്തെങ്കിലും അത് എപ്പോഴാണ് വരെ എവിടെ വരും നമുക്ക് പറയാൻ പറ്റില്ല. അതെങ്ങാനും വന്നിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ബുള്ളറ്റിനും കൊടുക്കാൻ ആളുണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. ഈ മറ്റൊരു കാര്യം ഈ സമയക്രമമാണ്. ഒരു ദിവസം തുടങ്ങുന്നത് ഏകദേശം ഒരു 3 മണിക്കാണ്. 3 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ സാധാരണ ആളുകൾ അല്ലെങ്കിൽ വളരെ വിരളായിട്ടാണ് ഈ 3 മണിക്കൊക്കെ ആളുകൾ എഴുന്നേക്കാറ്. ചില പ്രൊഫസേഴ്സ് എഴുന്നേക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളൊക്കെ ആ സമയത്ത് കടലിൽ പോകാനൊക്കെ എഴുന്നേക്കുന്ന കണ്ടിട്ടുണ്ട്. ഏകദേശം അതുപോലത്തെ ഒരു ജീവിത രീതിയാണല്ലോ. ഈ നേരത്തെ തുടങ്ങുക, ജീവിതം മൊത്തം ആ വിധത്തിലേക്ക് സമയക്രമം മാറുക, ആകാശവാണി വരുത്തിയ ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അതിനു മുമ്പ് ഒരു ഏകദേശം 5-5:30-6 മണിയൊക്കെ എഴുന്നേൽക്കുന്ന ആളാണ്. ഡൽഹിയിലാണെങ്കിൽ രാവിലെ ബുള്ളറ്റിന് നമ്മൾ 7:25 ബുള്ളറ്റിനാണെങ്കിൽ നമ്മൾ ശരിക്ക് ഒരു 6 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അപ്പോൾ നമുക്കൊരു 5 മണി വരെ കിടന്നുറങ്ങാനുള്ള സമയമുണ്ട്. വണ്ടി വരുന്നത് 5-5:15 വരുള്ളൂ. അപ്പോൾ ഒരു 4:30 വരെയെങ്കിലും നമുക്ക് ഉറങ്ങാം. അന്ന് പിക്കപ്പ് ഒക്കെ ഉണ്ട്. പിക്കപ്പ് ഉണ്ട്, അവിടെ പിക്കപ്പ് ഉണ്ടായിരുന്നു.
പിക്കപ്പ് വരുന്നു. ഇപ്പം ഞാൻ സ്വന്തം വണ്ടിയിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പിക്കപ്പ് വരുന്ന അന്ന് 3:30 മണിക്കാണ്. അപ്പോൾ നമ്മൾ 2:30 എഴുന്നേറ്റ് നമ്മൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 8-9 മണിക്കെങ്കിലും ഉറങ്ങണം. അത് പലപ്പോഴും സാധ്യമാവില്ല. അപ്പം അവിടെ നമ്മുടെ ഉറക്കം നിന്നു. ഒരു 10-10:30 പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കുന്നത് സമയമായോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, ഉറക്കം വീണ്ടും മുറിഞ്ഞു. സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നതേ ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. കാരണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് തന്നെ പറയാറുണ്ട്, ആളെ സംസാരിക്കാൻ കിട്ടില്ല, പറയാൻ കിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ നിലാവെളിച്ചത്ത് കോഴി അയച്ചിട്ടായിരുന്നു ഞാൻ പറയും. കാരണം നമ്മൾ ആകെ ഡൗൺ ആയിട്ടുണ്ടാവും. പിന്നെ രാത്രിയാകുമ്പോൾ കുറച്ച് ഒരു 9 ആകുമ്പോഴേക്കും ഉറങ്ങുമ്പോഴേക്കും പിന്നെ ഡീപ്പ് സ്ലീപ്പും പറ്റുന്നില്ല. അങ്ങനെ കൂടി നമ്മൾ ആകെ ജീവിതക്രമത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി നേരിട്ട കാലഘട്ടമാണ്. പക്ഷേ ഈ ജോലി അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുഴുകുമല്ലോ ഇതിനകത്ത്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 33-ാമത്തെ വയസ്സിലാണ് ജോലിക്ക് കയറുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 6 തവണയാണ് ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അതും ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറയൊക്കെ മാതൃകയാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോട് കൂടിയിട്ട് ആളുകളുടെ ക്ഷമ വല്ലാതെ കുറയുന്നു. പിന്നെ എന്തെങ്കിലും ഒരു വട്ടം ശ്രമിച്ച് നടക്കുന്നില്ല, അപ്പോഴേക്കൂടി ആ ശ്രമം അവസാനിപ്പിക്കുന്നു. കിട്ടൂല, ഞാൻ പരാജയപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് ഈ 6 ശ്രമം വരുന്നത്. അപ്പോൾ 6 ശ്രമങ്ങളുടെ കഥയും നമ്മുടെ പുതിയ കുട്ടികൾക്ക് അതിനെ ഒന്ന് വിവരിച്ചു കൊടുക്കാവോ? ഞാൻ 1992 ഡൽഹിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇത് ടെസ്റ്റ് എഴുതുന്നത്. ആകാശവാണി ടെസ്റ്റ് ചെയ്തത് അന്നാണ്. അന്ന് ഗ്രേഡ് 2 ആയിരുന്നു. ഞങ്ങളുടെ പോസ്റ്റിംഗ് ഗ്രേഡ് 3-ലാണ്. അപ്പോൾ അതെനിക്കറിയില്ല. അതായത് ഗ്രേഡ് 3-ന്റെ പ്രൊമോഷണൽ പോസ്റ്റാണ് ഗ്രേഡ് 2. അപ്പോൾ ഗ്രേഡ് 2-ലേക്ക് ഡയറക്റ്റ് റിക്രൂട്ടായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ പോയി എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് വായിക്കുന്ന ആളുകളൊക്കെ അതിനകത്തുണ്ട്. സുഷമയുണ്ട്, ശ്രീകുമാറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്. അത് അവരെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർ രണ്ടുപേരും ഇതിനിപ്പോൾ വരണം, ഇവർ അവിടെ വായിക്കുന്ന ആളുകളാണല്ലോ, വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലായത്, ഇത് ഇവരെ പ്രൊമോഷൻ പോസ്റ്റാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രൊമോഷൻ കിട്ടുക. അത് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ അധ്യാപകരൊക്കെ ചില ക്ലാർക്കുമാരൊക്കെ ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ വാങ്ങേണ്ട, അതുപോലെ ടെസ്റ്റ് ഇതാണ് വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവരെ പ്രൊമോഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മളെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെന്റ് സാധ്യതയില്ലല്ലോ. എന്നാൽ പോലും അന്ന് 5 പേരാണ് ഇന്റർവ്യൂവിലെത്തിയത്. ടെസ്റ്റ് വേറെ ആളുകളുണ്ടായിരുന്നു എഴുതാൻ. 5 പേരെത്തിയാലും ഒരാൾ ഞാനായിരുന്നു. ഇവർ 2 പേരുണ്ടായിരുന്നു. അവരിന്ന് ശ്രീകുമാറിന് കിട്ടി ഗ്രേഡ് 2 ആയിട്ട്. പിന്നെ ഡൽഹിക്ക് 2 പേരെ വിളിച്ചു. അതിൽ അവിടെയുള്ള ആളുകൾ ഇപ്പം സുഷമയും ശ്രീദേവിയും തിരുവനന്തപുരത്തുണ്ടായ സുഷമയ്ക്കും കിട്ടി. പിന്നെ ഇവിടെ കോഴിക്കോട് വിളിച്ചു, അതിൽ ശ്രീകണ്ഠന് കിട്ടി. വീണ്ടും വിളിച്ചപ്പോൾ അനിലിന് കിട്ടി. അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടി വന്നു. അവിടെയൊക്കെ എല്ലാതിലും ഇന്റർവ്യൂവിൽ ഞാൻ ഉണ്ട്. അത് 10-ൽ താഴെ ആളുകൾ 5-6 പേരുണ്ടാകുമ്പോൾ ആ ഇന്റർവ്യൂവിനകത്ത് ഞാൻ ഇന്റർവ്യൂ തൊഴിൽ അതിനകത്ത് ഞാൻ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. ഒരാളെ സെലക്ട് ചെയ്താൽ അതുമായിട്ട് ചെയർമാൻ ഡൽഹിയിലേക്ക് പോകും. അതോടുകൂടി മറ്റേ അപ്പോയിൻമെന്റ് നടന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഇനി ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ആവും. ഈ പ്രൊസീജിയർ വീണ്ടും വരണം. റിട്ടൺ ടെസ്റ്റും വോയിസ് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ വീണ്ടും നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അടുത്ത ആളെ എടുക്കാൻ സാധിക്കും. അത് ഒരാളെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ ഈ 5 തവണയും 6ാമത്തെ തവണയും വരുന്നത്. 5 തവണയും വന്നപ്പോഴും ഞാൻ പരാജയപ്പെട്ടില്ല. ഇന്റർവ്യൂവിന് വന്ന് പോന്നപ്പോൾ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അതില്ലായിരുന്നു. വീട്ടുകാർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അത് തുടക്കത്തിൽ തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നത്, നിനക്ക് ആകാശവാണി ജോലി വെച്ചിട്ടില്ല, ജോലി നിനക്കില്ല, ഗൾഫിലേക്ക് പോയിക്കോന്നാ. അന്നത്തെ ട്രെൻഡാണ്. ഗൾഫ് നിന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ ഗൾഫിൽ പോയിട്ട് നന്നായിട്ട് പൈസ സമ്പാദിക്കണം, കുട്ടികളായി വീടുണ്ടാക്കി, നല്ല വീടുണ്ടാക്കി. അവരുടെ മോഹങ്ങൾ അതാണ്. അന്നുകൊണ്ട് ഈ മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ അന്നുണ്ട്. അപ്പോൾ അവരുടെ മോഹങ്ങൾ അതാണ്. പക്ഷെ എന്റെ സ്വപ്നം അതല്ലല്ലോ. എന്റെ സ്വപ്നം മറ്റൊന്നാണല്ലോ. അപ്പൊ ആ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഇങ്ങനെ നടക്കുന്നത്. അവസാനം അതായത് എനിക്ക് സെലക്ഷൻ കിട്ടിയതിൽ വന്ന് നോക്കുമ്പോൾ 500ഓളം ആളുകളാണ് റിട്ടൺ ടെസ്റ്റ് ചെയ്താണുള്ളത്. അന്നൊന്നും അതിനു മുമ്പൊന്നും അത്ര 150-200 അപ്പുറം പോയിട്ടേ ഇല്ല. അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, കോളേജ് പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ടെസ്റ്റ് ചെയ്താണ്ട്. പക്ഷെ ഇവരൊക്കെ തിരുവനന്തപുരം വഴുതക്കാട് സ്കൂളിലായിരുന്നു. അവിടെ വെച്ചാണ് സ്ഥിരമായിട്ട് ടെസ്റ്റ് നടത്താറുള്ളത് ഞായറാഴ്ചകളിൽ. അപ്പോൾ ഇവരൊക്കെ ഈ ഗൈഡുകൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഗൈഡുകളെല്ലാം വരണത്. ഇതിനകത്തുള്ളതിൻ്റെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 എഴുതിയ ഒരു ഇതുണ്ടല്ലോ എൻ്റെ അടുത്ത്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടേണിൽ നമ്മൾ ട്രാൻസ്ലേഷൻ വരും. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്.
അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പാൻഷൻ ഉണ്ടോ, അപ്പോൾ ISRO അങ്ങനെ എന്തെങ്കിലും ഒന്ന്. പിന്നെ നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം ചോദിക്കും, ഏതെങ്കിലും ഒരു സംഭവം ചോദിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമ്മൾ പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൂടി 100 മാർക്കിൽ 50 മാർക്ക് വാങ്ങിയാൽ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് കിടക്കും, പിന്നെ വോയിസ് ടെസ്റ്റ് കിടക്കും. അപ്പോൾ എനിക്കത് വളരെ ഈസിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇവരെ ഇതിങ്ങനൊന്നും വായിക്കാൻ മനസ്സിൽ പറഞ്ഞു, അവരോട് പറയാൻ പറ്റുമല്ലോ മത്സരാർത്ഥികളോ, അപ്പം നമ്മുടെ ഇത് അവർ കൊടുക്കാൻ പാടില്ലല്ലോ, നമ്മളവരോട് മത്സരിക്കുകയല്ലേ. അത് ഞാൻ മനസ്സിൽ പറഞ്ഞു ഇതിനൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ഗഷായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ഇത്രയും ഇതാക്കി പഠിക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വേണ്ടെന്ന് വെച്ച് എക്സാം എഴുതി ഏകദേശം 60-ൽ പരം ആളുകളന്ന് പാസ്സായി. അത്രയും ഉണ്ടായിട്ടില്ല, 20-25 ആണ് പാസ്സാവാറുള്ളത്, 60-ൽ പരം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് അന്ന് അല്ലെ പിറ്റേ ദിവസം ആൾ കുറവാണെങ്കിൽ അന്ന് തന്നെ വൈകുന്നേരം റിസൾട്ട് ഇടും. ഓക്കെ, അതൊക്കെ ഒരു നമ്മളെ നമ്മളെ അറിയിക്കും, അതിന് തന്നെ അറിയിക്കും ഇന്ന് വൈകുന്നേരം റിസൾട്ട് ഇടും, അല്ലെങ്കിൽ നാളെ രാവിലെ റിസൾട്ട് ഇടും. ആ റിസൾട്ട് നമ്മളവിടെ പോയി നോക്കണം, ആകാശവാണി പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരുണ്ടെങ്കിൽ സന്തോഷമായി, ഇല്ലാത്തവരൊക്കെ തിരിച്ചു പോകും, നാട്ടിലേക്ക് പോകും. കോഴിക്കോട് ആകാശവാണിയുടെ ക്യാൻറ്റീനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹക്കീം സാറിനോട് ഇനിയുള്ള സംസാരം ക്യാൻറ്റീനിൽ വെച്ചാവാന്ന് വിചാരിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാവാം. അപ്പോൾ നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 50 ആളുകളോളം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഷോർട്ട് ലിസ്റ്റ് അല്ല, 50 ആളുകളായിരുന്നു ഇന്റർവ്യൂവിന് വന്നിരുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അപ്പം ഇന്റർവ്യൂവിൽ പിന്നെ ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ, കാരണം പോസ്റ്റ് ഒരു സ്ഥാനത്തേക്കാണല്ലോ. അപ്പോൾ 2 ദിവസമായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റോളം ഒരാളെ ഇൻ്റർവ്യൂവിന് എടുക്കും. പക്ഷേ ഇൻ്റർവ്യൂ ഒരു ഡിസൈഡിങ് ഫാക്ടർ അല്ല. ഇതിനകത്ത് വരുന്നത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റും വോയിസ് ടെസ്റ്റും മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂ അത്ര ഒരു ഇതല്ല, എങ്കിലും അത് പരിഗണിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ വന്ന സമയത്ത് അവർ എന്നോട് ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ ചോദിച്ചു, ഇപ്പം ഇത്രയും തവണയല്ലേ വരണത്, അപ്പോൾ വന്നിട്ട് അവർക്കും ശീലമായി അല്ല അത് മാറി വരും, ഇന്റർവ്യൂ ബോർഡ് മാറി വരും. അത് ഡൽഹിയിൽ നിന്നാണ് ചെയർമാൻ വരിക. അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ വരും. ഇത് എങ്ങനെ മാറുന്നു വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് നോക്കുന്ന ആളുകൾ വേറെ ആയിരിക്കും, വോയിസ് ടെസ്റ്റ് വേറെ ആയിരിക്കും, ഇന്റർവ്യൂവിന് വേറെ ആയിരിക്കും, ചെയർമാൻ ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എല്ലാ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് ഇവർ തീരുമാനിക്കണം ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവർ നമ്മൾ ഓരോരുത്തരെ പറ്റി നമ്മുടെ ബയോഡാറ്റ പഠിച്ചിട്ടാണ് വരുന്നത് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത്. അപ്പോൾ എന്നോട് ചോദിച്ച് കഴിഞ്ഞ തവണ മുമ്പത്തെ തവണ നിങ്ങൾക്ക് കിട്ടാതെ പോയാൽ വല്ല നിരാശ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പറയാൻ വയ്യല്ലോ. ഞാൻ പറഞ്ഞു അതൊരു കോമ്പറ്റന്റ് അതോറിറ്റി അല്ലേ സെലക്ട് ചെയ്ത്, എനിക്കൊന്നും പറയാൻ കഴിയില്ലോ എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ അവർ സ്വാഭാവികമായിട്ടും വീട്ടുകാര്യങ്ങൾ നാട്ടുകാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം എന്നോട് ചോദിച്ചു കഥകളി അതിനെക്കുറിച്ച് എന്താ അറിയാമെന്ന് ചോദിച്ചു. അവിടെ ഞാനൊന്ന് പതറി, കാരണം കഥകളിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു ധാരണയില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അത് ചിലപ്പോൾ അബദ്ധമായി പോയാൽ ഇൻ്റർവ്യൂ അല്ലേ. ഉടൻ എന്തോ ഒരു ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയാം, എന്തോ ഒരു കാരണം കൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിലെ വേറൊരാൾ പറഞ്ഞു, മലപ്പുറത്തുനിന്ന് വരുന്ന അയാളോട് നമ്മൾ എന്തിനാ കഥകളെക്കുറിച്ച് ചോദിക്കുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞു. ഇതൊരു രക്ഷ. അപ്പം ബോർഡിലെ ഒരംഗം ചോദിച്ചു, മലപ്പുറത്തൊരു മഹാകവി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു മഹാകവി മോയിൻകുട്ടി വൈദ്യരാന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുന്നു പറഞ്ഞു. പിന്നെ വേറെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഡൽഹിയിലാണ് പോസ്റ്റിംഗ് വരിക, വരാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്, ഡൽഹി അല്ല, ഇനിയിപ്പോൾ അസമിലായാൽ പോലും ഞാൻ ജോലിക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ഡൽഹിയാണെന്ന് എനിക്കറിയാം. പിന്നെ അവരോട് ഒന്നുകൂടി ഒന്ന് കൂട്ടി പറഞ്ഞു, അസമായാലും അതെ അസമായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അറിയിക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ 5 തവണ ഞാൻ കേട്ട വാക്കാണ് അറിയിക്കാന്നുള്ളത്. അപ്പോൾ ആ ഇന്നസെന്റ് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ലോട്ടറി അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അത് അവരോട് പറയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞു കുറേ, അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മാസം ആകുമ്പോഴേക്കും പോസ്റ്റിംഗ് വരണം. പക്ഷെ അത് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതും പോയിന്ന്, ദുബായിലേക്കാണ് ഇതോടെ ഇനി വീട്ടുകാർ നിർത്തിപ്പൊറപ്പിക്കില്ല, അവർ പറഞ്ഞേക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും റേഡിയോ വെക്കാൻ തുടങ്ങി. എല്ലാവരും വാർത്ത കേൾക്കാറുണ്ട്, ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരാണ് വായിക്കണത്, എന്താണ് വായിക്കുന്നത്. കാരണം പുതിയൊരാളെ വായന കേട്ടാൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് വായിക്കുന്നവരും പുതിയൊരാൾ. അപ്പം നമ്മുടെ ഇന്റർവ്യൂവിലുള്ള ഒരുവിധ ആളുകളുടെ പേരൊക്കെ എനിക്കറിയാം, TV എന്നുള്ള പ്രമുഖരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇവരിൽ ആരെങ്കിലും വായിക്കണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഒരു ഇതും കാണാനില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം പോസ്റ്റ്മാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, നിനക്കൊരു കത്ത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ആകാശവാണിയിൽ നിന്നാണ്, രജിസ്റ്റേർഡ് പോസ്റ്റാണ്. അപ്പോൾ ഞാനത് കയ്യിലെടുത്തിട്ടില്ല, നീ അവിടെ പോസ്റ്റ് ഓഫീസിലൊന്ന് വാങ്ങിച്ചതാണ്. അതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ, തലേ ദിവസം ഞാൻ ഉറങ്ങിയില്ല. ആകാശവാണി എന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി, കാരണം വേറെ കത്തൊന്നും വരാനില്ലല്ലോ. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നു, തുറന്ന് നോക്കിയപ്പം
ഓഫർ ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. ഓ, ഞാൻ അപ്പം തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തു, വീട്ടിലേക്ക് വന്നു. വീട്ടുകാരെ കാണിച്ചിട്ട് ഞാനൊരു ഗമയിലൊരു ഇരിപ്പിരുന്നു. ഉമ്മയും ബാപ്പയൊക്കെ കാണിച്ചിട്ട്, കാരണം അവർ കിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ. ഡൽഹി ദുബായി പോകണമെന്ന് എന്നോട് പറഞ്ഞാണല്ലോ. നമ്മൾ ജയിച്ചു. അവിടുന്ന് പിന്നെയും കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് വന്നത്. അതായത് നമ്മുടെ DGPയുടെ ഒരു ഇത് കൊടുക്കണം, ക്ലിയറൻസ് വേണം. അതായത് നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുഴപ്പക്കാരനല്ല, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലിയറൻസ് വേണം. ആകാശവാണിക്ക് ഏറ്റവും കൊള്ളാവുന്ന ഇവന് നിങ്ങളെ വല്ലാപ്പിലാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കൊടുക്കണം. അത് തിരുവനന്തപുരത്ത് പോകാൻ വൈകിപ്പോയി. അത് വൈകിയതുകൊണ്ടാണ് പിന്നെ പോസ്റ്റിംഗ് വൈകിയത്. അപ്പോൾ നവംബർ ആദ്യമാണ് എനിക്കിത് കത്ത് കിട്ടിയത്. ഉടൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഡൽഹിക്ക് കയറി. അങ്ങനെയാണ് നവംബർ 27-ന് 26 ഞാൻ അവിടെ എത്തി. 27 രാവിലെ പോയിട്ട് ഗോപൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ജോയിൻ ചെയ്തത്. ഇതിപ്പോൾ കൺസോളിൽ ഓണാക്കി മൈക്ക് ഓണാക്കി സംസാരിച്ച് തുടങ്ങുമ്പോൾ തൊട്ടങ്ങോട്ട് നമുക്ക് അറിയുന്ന ഹക്കീം കുട്ടായിയാണ്. അതെ. പക്ഷെ അതല്ലാതെ നമുക്ക് തനി കോഴിക്കോട്ടുകാരനായിട്ടാ തോന്നുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ കൊണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഇത് മനസ്സിലാവുന്നില്ല, അത് റേഡിയോയിലത്തുള്ള ആൾ തന്നെയാണോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ശബ്ദം കൊണ്ട് ഞാനിപ്പോ പ്രാതല് വന്നിട്ടുണ്ട്. ഓ, സമ്പുഷ്ടാണല്ലോ അല്ലേ. താങ്ക് യു. ഈ ശബ്ദത്തിലെ വ്യത്യാസം അതിനെ പറ്റി ഒന്ന്. അതായത് താങ്കൾക്ക് എന്താ തോന്നുന്നത്? എനിക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ? ഇതെല്ലാവരും പറയുന്ന കാര്യമാണ്. റേഡിയോയിൽ കേൾക്കുന്ന ശബ്ദവും ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴുള്ള ശബ്ദവും വ്യത്യാസം തോന്നുന്നത്. അതിൻ്റെ ഇതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ആളുകൾ പറയുമ്പോഴേ ഞാൻ അറിഞ്ഞു ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അറിയില്ല. അപ്പോൾ അനിലിൻ്റെ ശബ്ദമാണെങ്കിൽ അതുമാതിരി തന്നെ വരണം. അപ്പം ഞാനിത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ ഫേക്കായിട്ട് പറയണം, അങ്ങനെ അഭിനയിച്ച് പറയണമെന്നൊക്കെ പറയുന്നു. പക്ഷേ വേറെ ആരെങ്കിലും അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ബോധ്യം വരണം. പിന്നെ അവരെ സന്തോഷത്തിന് അതിലുണ്ടാവില്ല. അടുപ്പക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ അറിയാം ഞാൻ തന്നെയാണ്. അറിയാത്ത ആളുകൾക്കാണ് ഈ സംശയം വരുന്നത്. പിന്നെ അവരത് പറഞ്ഞു വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിലൊരു കണ്ണ് കാണാത്തൊരു അദ്ദേഹം തിരിച്ചറിയുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് വിവരിക്കാമോ? ഞാനൊരിക്കൽ നാട് തിരൂരാണല്ലോ കുട്ടായി. തിരൂരിൽ നിന്ന് വൈകുന്നേരത്തെ പാസഞ്ചറിന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞു തിരൂർ പോയി. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വേണ്ടി തിരൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ ട്രെയിൻ അന്ന് കോഴിക്കോട് വരികയുള്ളൂ. കോഴിക്കോട് പാസഞ്ചർ, ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചറാണ്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ഞാൻ പെട്ടെന്ന് ബസ് പിടിക്കണം, വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ ഒരാൾ ഈ വൈറ്റ് കെയിനും കൊണ്ട് ബ്രിഡ്ജ് നോക്കിയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പാലം എവിടാന്ന് ചോദിച്ചിട്ട്, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാലം എവിടാന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അതെ. അപ്പോൾ ഇയാൾക്കത് മനസ്സിലാവണില്ല. ഓക്കെ. അപ്പോൾ ഞാനയാളെ പറഞ്ഞു ഞാൻ എത്തിച്ചേരാമെന്ന് ചോദിച്ചു. എവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചു. എനിക്ക് ബസ്സിന് കയറി പോകണമെന്ന് പറഞ്ഞു. ഞാൻ എത്തിച്ചേരാം. അങ്ങനെ ഇയാളെ ആ പാലം കയറ്റി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് പുറത്തേക്കുള്ള വഴിയിൽ കണ്ടു. അയാൾ കയ്യാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു താങ്കളുടെ പേരെന്താണെന്ന് വെച്ചു. ഇത്രയും സഹായിച്ചില്ലേ, പേരെന്താണെന്ന് വെച്ചു. ഞാൻ സാധാരണ എൻ്റെ പേര് പറയുമ്പോൾ ഹക്കീം എന്ന് മാത്രമേ പറയുള്ളൂ. കൂട്ടായിന്ന് വാർത്തയിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചടങ്ങുകളിൽ മാത്രമേ പറയുള്ളൂ, ഹക്കീം എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് പറയില്ല. ഞാൻ പറഞ്ഞു ഹക്കീം എന്നാണ് എൻ്റെ പേര്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആകാശവാണിയിലാണ്. അത് പറഞ്ഞേ ഉള്ളൂ. ഹക്കീം കൂട്ടായി വേണമെന്ന് വെച്ചിട്ട് ഒരൊറ്റ കെട്ടിപ്പിടുത്താണ്. ഞാൻ വല്ലാതായിപ്പോയി. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കേൾക്കാനേ പറ്റുള്ളൂ, നിങ്ങളെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, പക്ഷേ നിങ്ങളെപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ആ ഒരു വിഷമം വല്ലാതെങ്കിൽ എന്ന് പറഞ്ഞ് ഒരുപാട് നേരം അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ബസ് വരുന്നവരെ ഞാനവിടെ നിന്ന് ആ കെട്ടിപ്പിടുത്ത് ഒരുപാട് നേരം തുടങ്ങി. അത് വല്ലാത്തൊരു അനുഭൂതിയായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഇത്രകാലം ചെയ്ത ജോലിക്കൊരു മറ്റൊരു തലം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ KFBയുടെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അവർ ഏത് വാർത്ത വന്നാലും ഞങ്ങൾ കൊടുക്കുന്നത്. അവിടെ ചെറിയ യൂണിറ്റ് സമ്മേളനമാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആകാശവാണി മാത്രമേ ഉള്ളൂ, കാണാൻ കഴിയില്ലോ. അതെ അതെ അതെ. അപ്പം ഞങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളാന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പം ജീവിതത്തിൽ തന്നെ ഒഫീഷ്യൽ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കടലുണ്ടി ദുരന്തം. അതെ അതെ. അതിൻ്റെ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയ സന്ദർഭം എന്നുള്ളതൊക്കെയാണ്. ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാം.
എന്നാലും കടലിൻ്റെ ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ആ ദിവസങ്ങൾ അതെങ്ങനെയായിരുന്നു? അന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു ദിവസമല്ല, കുറേ ദിവസമായിട്ട് ഇവിടെ കെൽട്രോണിൽ, കോഴിക്കോട് കെൽട്രോണിലായിരുന്നു. ഞാൻ അനിൽ ചന്ദ്രൻ, പിന്നെ അതുപോലെ ഇവിടുത്തെ കറസ്പോണ്ടൻ്റ് ആയിരുന്ന രാജീവൻ, ഞങ്ങളെല്ലാവരും പോയിരുന്നത് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാനാണ്. ഞങ്ങൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളിലെ ക്ലാസ്സാണ് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാൻ. ഇവിടെ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്, ആകാശവാണിയിൽ കാരപ്പറമ്പിൽ. അവിടേക്ക് പോയി. ഓക്കെ. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് കടലുണ്ടിയിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്നറിയണത്. അപ്പോൾ ഞാനതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 9:30 ഉണ്ടാവും. അന്ന് ന്യൂസ് എഡിറ്റർ എം തോമസ് സാറാണ്. തോമസ് സാർ എന്നെ എൻ്റെ ലാൻഡ് ഫോണിൽ വിളിച്ചു. അത് മൊബൈലിലല്ലോ, ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കടലുണ്ടി ദുരന്തം നമുക്ക് 10:30 സ്പെഷ്യൽ ബുള്ളറ്റിൻ കൊടുക്കണം, വണ്ടി അയക്കുന്നുണ്ട്, ആർക്കും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഇല്ല. അനിൽചന്ദ്രനും ഇല്ല, രാജീവനും ഇല്ല. കറസ്പോണ്ടൻ്റ് രാജീവനും ഇല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനിൽചന്ദ്രനും ഇല്ല. അനിൽചന്ദ്രനും രാജീവനും കൂടെ ഇത് കേട്ടപാടെ അനിലിൻ്റെ വണ്ടി എടുത്തിട്ട് കാറും കൊണ്ട് നേരെ കടലുണ്ടിയിലേക്ക് പോയി. പക്ഷേ കടലുണ്ടി എത്തുന്ന സമയത്ത് വണ്ടി നല്ല വെള്ളമല്ലേ, മഴയല്ലേ, നല്ല മഴയായിരുന്നു. വണ്ടി താഴ്ന്നു പോയി. മൊബൈൽ റേഞ്ചും ഇല്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ന്യൂസ് അവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരു പേടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള പേടി. ഇവരെ പറ്റി ഒരു വിവരമില്ലല്ലോ. അതെ. പക്ഷേ ഞങ്ങൾ ആ 10:30 തോമസ് സാറ് അത് മെനക്കെട്ട് വാർത്ത ഉണ്ടാക്കി, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ട് 10:30 സ്പെഷ്യൽ ബുള്ളറ്റിൻ കൊടുത്തു. പിന്നെ പിറ്റേ ദിവസമാണ് ഇവർ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ പറ്റായിരുന്നത്. അപ്പോൾ അതിലെ 3 പേര് എൻ്റെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ 3 പേര് മരിച്ചു പോയി ആ ദുരന്തത്തിൽ. പിറ്റേ ദിവസമാണ് അത് അറിയുന്നത്. പിന്നെ ബുള്ളറ്റിൻ വായിക്കുമ്പോൾ ഇവരാണ് എൻ്റെ ഓർമ്മ. കാരണം തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ നാട്ടിൽ പോലും അതിലൊരാളെ കണ്ടിരുന്നു, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അത് വായിക്കുമ്പോൾ ഇവരാണ് മനസ്സിൽ വന്നിരുന്നത്. അതെന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയൊരു സംഭവമാണ്. കാരണം ഇവർ ഇപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വായനയിൽ പറയുന്നത് നമുക്ക് എന്ത് വികാരം ഉണ്ടെങ്കിലും വായനയെ പ്രതിഫലിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇവരെൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ വായിക്കുന്നത്. ഇവരെ പേരെടുക്ക് വായിക്കണമല്ലോ. അപ്പോൾ ഇവരെൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഒന്ന് അവിടുത്തെ ഒരു എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനായ ഒരു ദിവസം വേറെ ആളും കൂടെ. അപ്പോൾ ഇവർ മരിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചിരുന്നു, അയാൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടത്, എല്ലാം ഓർമ്മയിൽ വരികയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ജോലി ചെയ്യും വേണം. അത് വല്ലാതെ തന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നത്. നമ്മളുടെ ഈ ജോലി കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരുപാട് സൗകര്യങ്ങൾ, സുഖങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആകാശവാണിയുടെ ജോലി കൊണ്ട് കിട്ടിയൊരു സൗഭാഗ്യം അല്ലെങ്കിൽ സ്വത്ത് എന്ന് വിചാരിക്കുന്നത്, ഈ ജോലി തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാം. അതല്ലാതെ ഈ ജീവിതത്തിൽ നിന്ന് കിട്ടി എന്ന് തോന്നുന്ന ഒന്ന് പറയാൻ പറഞ്ഞാൽ ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാകാൻ പറ്റും, ഒരുപാട് സമ്പർക്കങ്ങൾ ആളുകളുമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അതിൽ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഡൽഹിയിലാണ് സമയത്ത് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഇഫ്താർ നടത്തിയിരുന്നു ഡൽഹിയിൽ. അതിൽ ഞാൻ പങ്കെടുത്തു. ആ ഇഫ്താറിൽ പങ്കെടുത്തെന്ന് മാത്രമല്ല, അന്ന് അവിടെ പല പ്രമുഖരും വന്നിരുന്ന അവർ പലരെയും പരിചയപ്പെടുകയും ചെയ്തു. അന്നത്തെ പോലെ മൊബൈലില്ലാത്തതുകൊണ്ട് ആ ഫോട്ടോകളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, അവിടെ ക്യാമറ സമ്മതിക്കില്ല. അങ്ങനെ അത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം മലയാള ഭാഷ ഉപയോഗിക്കുന്ന ഒരു വിധവേ, അപ്പം MT സാർ ഒരു ഇടയ്ക്ക് പറഞ്ഞിരുന്നു, മലയാളത്തിന് പ്രത്യയത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴത്തെ സമൂഹവും ജനറേഷനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലാക്കി റിട്ടേൺ ചെയ്യുന്ന വേയ എന്നാണ് ഒരു മലയാളി ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ. അപ്പം അതിന് എത്രമാത്രം മലയാളം അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൾപ്പെടുത്തലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ജോലിയിൽ കയറിയത് കൊണ്ട് കുറച്ചുകൂടി മലയാള ഭാഷയായിട്ട് ചേർന്ന് നിൽക്കാനും കുറേ കൂടിയൊക്കെ ഇംഗ്ലീഷ് അല്ലാത്ത ആംഗലേയ പദങ്ങളല്ലാതെ ഉപയോഗിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഇതിനുള്ളൊരു കുഴപ്പം തരും, മലയാളത്തിന് നമുക്ക് ഇംഗ്ലീഷ് പദങ്ങൾക്ക് സമാനമായിട്ടുള്ള മലയാള പദങ്ങൾ കുറവാണ്. അതെ, തമിഴിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. കാൽപന്ത് വിളയാട്ടം, ഫുട്ബോള്, അവർ പറയുന്നത് എങ്ങനെയാണ് കാൽപന്ത് വിളയാട്ടം എന്നാണ്. നമുക്കത് പറയാൻ കഴിയില്ല. നമുക്ക് ഫുട്ബോൾ തന്നെ, ഇപ്പം ISL ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ISL കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല. നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ഭാഷയ്ക്കകത്ത് ഇപ്പം ചില മാധ്യമങ്ങൾ നോക്കിയിരുന്നു, അത് മലയാളീകരിക്കാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. മലയാളം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അവർക്ക് എല്ലാറ്റിനും മലയാളമുണ്ട്.
തമിഴുണ്ട്. തമിഴിന് എല്ലാ മിക്ക കാര്യങ്ങൾക്കും മലയാളം. അപ്പൊ അതുപോലെ ഒരു സംവിധാനം ഏഷ്യനെ പോലെ ഒരു ആസിയൻ എന്ന് പറയുമല്ലോ. അതെ 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 അതെ, അവരെല്ലാം അങ്ങനെയാണ്. അവരുടേതായ ഒരു ലാംഗ്വേജ് അവർക്കുണ്ട്, നമുക്കതില്ല. നമ്മുടെ പരിമിതി അതാണ്. ഇപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരുപാട് തവണ നോക്കിയതാണ് ഇതൊന്ന് മലയാളത്തിൽ കൊണ്ടുവരാൻ, പക്ഷെ ആളുകൾ സമ്മതിക്കുന്നില്ല. ആ ഒരു പരിമിതി നമ്മുടെ മലയാളത്തിനുണ്ട്. അപ്പോൾ അത് വെച്ച് വരുമ്പോൾ ഈ സന്ധിയും ഇതൊക്കെ വെക്കാതെ നമുക്ക് ഈ ബുള്ളറ്റിൻ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മളെവിടെയും മുറിച്ച് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ബുള്ളറ്റിനിലേക്ക് പോകുമ്പോൾ അതിനൊരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈൽ ഇൻറ്ററപ്റ്റ് ചെയ്യും, തടസ്സപ്പെടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഇത് മൊഴിമാറ്റം വരുത്തുമ്പോൾ, നമ്മുടെ എഴുത്ത് മാറ്റം വരുത്തുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വേണ്ടി വരും. ഇപ്പോൾ മലയാളിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് KR നാരായണൻ പ്രസിഡന്റ് ആയപ്പോൾ. അതെ അതെ അതെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു സമൂഹവും ഉണ്ടായിരുന്നു. പിന്നെ എന്നും നമുക്ക് ഓർക്കാനും അഭിമാനം കൊള്ളാനും പറ്റുന്ന ഒരിടാണ്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത വായിക്കുന്നതും സാറാണ്. ഞാനാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു ഷോർട്ട് നോട്ടീസിലുണ്ടായ സംഭവമായിരുന്നു. അത് സ്പെഷ്യൽ ബുള്ളറ്റിൻ. അതൊന്ന് വിവരിക്കാമോ? അതിന്റെ പ്രത്യേകത അതിന് പ്രിന്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഒരു ബുള്ളറ്റിൻ പ്രിന്റ് ഇല്ല. അന്നൊക്കെ നിങ്ങൾ കൈ കൊണ്ട് എഴുതിയിട്ടാണ് വായിക്കണത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് അതൊന്ന് വിവരിക്കാമോ? അതെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇതുപോലെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരൂര് പോയി വരികയാണ്. പുള്ളിയിൽ പോയിട്ട് തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അന്ന് അഹമ്മദ് സാറാണ് ദൂരദർശൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. സാറാണ് ഇതിൻ്റെ എന്നെ വിളിച്ച് പറയണത്, ഇങ്ങനെ ഹക്കീം KR നാരായണൻ സാർ മരിച്ചിട്ടുണ്ട്. അന്ന് ഫോണുണ്ടോ, മൊബൈലുണ്ടോ? അല്ല, മൊബൈലില്ല, എന്നെ അറിയിക്കണത്. ഇപ്പം ഏതൊരു വഴിയിൽ എന്നെ അറിയിച്ചാണ്. മൊബൈൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മൊബൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അറിയണ്ടത്. മൊബൈൽ എൻ്റെ അടുത്ത് ചെറിയൊരു മൊബൈൽ കാണണം. അപ്പോൾ പറഞ്ഞു മരിച്ചിട്ടുണ്ട്, ആ മൊബൈലുണ്ട്, നമുക്ക് 8:30 ഒരു ബുള്ളറ്റിൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ ലീവാണ്, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണ്, 6:45 വരെ ട്രെയിനാണ്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ റെയിൽവേക്ക് ഒരു കുഴപ്പമുണ്ട്, എന്താ വെച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റാണ് പറയാം. 6:45 50 എത്തും അനൗൺസ്മെൻറ്റ്, 5 മിനിറ്റ് കൂടി പറയും, പിന്നെ 10 മിനിറ്റ് വൈകി കൊടുക്കും. അങ്ങനെയാണല്ലോ പറയാം. യാത്രക്കാർക്ക് തടസ്സം നേരിട്ടാൽ ഖേദിക്കുന്നു. അപ്പോൾ അവരാ പറയുന്നത് ആ സമയം കൃത്യമായിക്കൊള്ളുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ മൊബൈലിലെ സെറ്റപ്പ് മനസ്സിലാക്കാൻ പറ്റും. അന്നതില്ല. അന്ന് അവർ വളരെ അടുത്തടുത്ത സമയങ്ങളാണ് പറയാം. അങ്ങനെ പറഞ്ഞ് 7:10 വണ്ടി വന്നു, ട്രെയിൻ വന്നു. ആ ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ 8:15 കോഴിക്കോട് എത്തിയ പാസഞ്ചറാണല്ലോ, എല്ലായിടത്തും നിർത്തി ഇവിടെ 8:15 എത്തി. 8:15 ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടന്ന് 8:20 ഭാഗ്യത്തിന് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് വേഗം ആകാശവാണി പോകണം വന്നു. ഇവിടെ എത്തിയപ്പോൾ 8:29 കടക്കും, 1 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ അഹമ്മദ് സാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലെറ്ററും പിടിച്ചിട്ട് നമ്മുടെ ബുള്ളറ്റിനും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, കോറിഡോറിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഈ റിലേ ബാറ്ററി ഏൽപ്പിക്കണ വരി എന്നെ ഏൽപ്പിച്ചു. ഞാൻ അന്ന് ഇപ്പോഴാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇപ്പോൾ DTP ആണ്. അന്ന് എഴുതുകയല്ലേ, എഴുതുന്നത് പലരും പല കൈയക്ഷരത്തിലാവും. ചിലർ മനോഹരമായിട്ട് എഴുതും, അത് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനിടയ്ക്ക് മനോഹരമായിട്ട് വന്നാലും വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ബാധിക്കും. ഇതങ്ങനെയല്ല, ഇത് പല ആളുകൾ 2-3 പേര് ഇരുന്ന് അനൗൺസേഴ്സിനൊക്കെ വെച്ച് അത് എഴുതിച്ചിട്ട് ഉണ്ടാക്കിയൊരു ബുള്ളറ്റിൻ. ആ ബുള്ളറ്റിൻ്റെ കൈയക്ഷരം വായിക്കുക എന്ന് പറയുമ്പോൾ, ഈ ബുള്ളറ്റിൻ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ നടവരമ്പത്തിൽ കൂടെ നടക്കേണ്ടി വരും. അപ്പോൾ ഇടുങ്ങിയ നടവരമ്പാണെങ്കിൽ, ചെറിയ നടവരമ്പാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു പോകും. വീതി ഉള്ളതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ പോകും. ഇത് ഞാൻ ചെറുതായിട്ടേ കാണുള്ളൂ, വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അന്ന് ആ 10 മിനിറ്റ് ബുള്ളറ്റിൻ എങ്ങനെ വായിച്ചൊപ്പിച്ചെന്ന് എനിക്കറിയില്ല. കാരണം പല കൈയക്ഷരങ്ങൾ വായിക്കാൻ പറ്റാത്ത വാക്ക്, ഇത് മരിച്ചത് മുൻ രാഷ്ട്രപതി, വല്ലതും തെറ്റിപ്പോയാൽ കേരളത്തിൻ്റെ എന്തെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം KR നാരായണൻ തന്നെ ഇപ്പോൾ RK നാരായണനായി പോകും. പിന്നെ അങ്ങനെ വരാം, നാക്കുപഴ സംഭവിക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഒരു കാർട്ടൂണിസ്റ്റിന്റെ പേരായി പോയി, നമ്മൾ അപമാനിച്ചു അവഹേളിച്ചു എന്നൊക്കെ വരാം. അത്രയും പേടിച്ചിട്ടാണ് ആ 10 മിനിറ്റ് ബുള്ളറ്റിൻ ഞാൻ ഒപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ടൈപ്പ് ചെയ്താണെങ്കിലും നമുക്ക് എറർ വരാം, എന്നാൽ പോലും നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. അതിനേക്കാൾ ശ്രദ്ധിച്ചിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് തപ്പി പോകാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായ ഒരു സ്പീഡും സ്റ്റൈലും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വായിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഒരു തവണ വായിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടാണ് എന്നാലും തെറ്റില്ലാതെ എനിക്ക് വായിക്കാൻ പറ്റിയത്. ഈ അക്ഷരശുദ്ധി വരാനുള്ള ഒരു കാര്യം അത് വായനയായിരുന്നോ അതോ
ഭാഷയോടുള്ള ഇഷ്ടമായിരുന്നോ? ഈ ഉച്ചാരണത്തിൽ ഉൾപ്പെടെ വരുന്ന ഒരു പോസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആറ്റലും കുറുക്കലും ഉണ്ടല്ലോ, അത് കൃത്യമാണ്. സാറിന് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത് അതാണ്. അതെങ്ങനെ സ്വായത്താക്കി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പം തൊട്ട് ഇതിനൊരു ഭ്രാന്തനായിരുന്നു. റേഡിയോ ഭ്രാന്തായിരുന്നു എനിക്ക് മുഴുവൻ. അപ്പം അന്ന് ഞാൻ വായിക്കുന്നതൊക്കെ ഇതേമാതിരിയാണ്. ഓക്കെ. വായിക്കുന്ന പുസ്തകം വായിച്ചാലും എന്ത് വായിച്ചാലും ഇതുപോലെയാണ്. മനസ്സിൽ വായിക്കുമ്പോൾ ഈ ഒരു ടോണിലാണ്, എൻ്റെ ടോണിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് എൻ്റെ ബന്ധുവായിട്ടുള്ള മലയാള അധ്യാപിക, പിന്നെ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച വിജയലക്ഷ്മി ടീച്ചർ. ഇവർ രണ്ടുപേരാണ് എനിക്ക് മലയാളത്തിൽ ഈ ഭാഷാശുദ്ധിക്ക് അടിത്തറ പാകിയത്. ഇവർ രണ്ടുപേരാണ്. അന്ന് ഈ ടീച്ചർ വരുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസാണ് നോൺ ഡീറ്റെയിൽഡ് പാഠപുസ്തകം. ഓക്കെ ഓക്കെ. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ എന്നെക്കൊണ്ട് ഇത് വായിപ്പിക്കും. എല്ലാ ദിവസവും വായിപ്പിക്കും. വരുന്ന ദിവസങ്ങളിലൊക്കെ വായിപ്പിക്കും. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കംപ്ലയിൻറ്റ് പറഞ്ഞു, എന്നും അയാളെ കൊണ്ട് വായിപ്പിക്കണമെന്ന്. ആ വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞത്, അയാളെ വായനക്കൊരു ശൈലിയുണ്ട്, അത് നിങ്ങളുടെ വായനക്കില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഞാനത് സ്വായത്തമാക്കിയെടുത്തൊരു സംഭവമാണ്. അത് അങ്ങനെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതാണ് എനിക്കുണ്ടായ ഒരു ഭാഗ്യം. ഈ 2 അധ്യാപികമാരാണ് എന്നെ ഈ രംഗത്ത് ഇത്രയധികം ശുദ്ധീകരിച്ച് തന്നത്. ഇപ്പോൾ ഹക്കീം കൂട്ടായി പോയാൽ, ആകാശവാണിയിൽ നിന്ന് ഇറങ്ങിയാൽ പ്രാദേശിക വാർത്തകൾക്ക് എന്ത് സംഭവിക്കും? തുടരും. പ്രാദേശിക വാർത്ത മരിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ അടുത്ത 2026 മെയ് വരെ അനിൽചന്ദ്രനുണ്ട്, എൻ്റെ സുഹൃത്ത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോൺട്രാക്ച്വൽ അപ്പോയിൻമെൻറ്റ് VK സുരേഷ്, എന്നിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമുണ്ട്. പിന്നെ കാഷ്വൽ പാനലുണ്ട്. ഒരുപാട് പേര്, അതിൽ കുറേ അനുഭവ സമ്പത്തുള്ള കുട്ടികളുണ്ട്, നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വെച്ചുകൊണ്ട് ഒന്നറിയാലോ, ഈ നമ്മുടെ ഈ യൂണിറ്റ് അടച്ചുപൂട്ടലിൻ്റെ വക്ക് വരെ പോയ സംഭവമാണ്. അത് അടച്ചു പൂട്ടുന്നില്ലെങ്കിൽ, ഗവൺമെൻറ് പോളിസീൻ്റെ ഭാഗമായിട്ട് അടച്ചു പൂട്ടുന്നില്ലെങ്കിൽ ഈ യൂണിറ്റ് തുറന്നു പോകും. അത് ഇൻഡിസ്പെൻസിബിളായിട്ട് ആരും ഇല്ലല്ലോ. നമ്മളങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പോയാൽ വേറെ ആൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തുറന്നു പോകും. പെർമനൻ്റ് ആയിട്ടൊന്നും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. ഈ പ്രൈവറ്റ് FM റേഡിയോ സ്റ്റേഷൻസ് വന്നല്ലോ, അതെ, അവരോടൊരു വിരോധം തോന്നിയിട്ടുണ്ടോ? അവർ വന്നപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് ഇടിഞ്ഞു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒന്നാമതായിട്ട് അവർക്ക് ന്യൂസ് ഇല്ലല്ലോ, അവർ പ്രോഗ്രാമല്ലേ. അപ്പോൾ ന്യൂസ് എപ്പോഴും നമ്മൾ തന്നെയല്ലേ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അവർ ന്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഗവൺമെൻറ് പോളിസി അതാണ്. ന്യൂസ് പ്രൈവറ്റുകാർക്ക് വായിക്കാൻ കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം. അവിടെയാണ് തർക്കം നിൽക്കുന്നത്. അത് അവർ അംഗീകരിക്കുന്നില്ല. അപ്പം നമ്മളാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തില്ലേ, ഞാൻ റിട്ടയർ ചെയ്തു. അപ്പം ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇനി അവർ ന്യൂസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം പരിഗണിക്കുന്നത് ചിലപ്പോൾ എന്നെ ആയിരിക്കും. അല്ലേ, ഞാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. ചിലപ്പോൾ അങ്ങനെ ഒരാൾ റിട്ടയർ ചെയ്തിരിക്കുന്നുണ്ട്, പെൻഷൻ പറ്റിയിരിക്കുന്ന ഒരാളുണ്ട്, നമുക്ക് അയാളൊന്ന് പരിഗണിച്ച് നോക്കാമെന്ന് വിചാരിക്കുമല്ലോ. നല്ലൊരു മനുഷ്യനാണ്. FM റേഡിയോ കൾച്ചർ എങ്ങനെയാ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? FM ഒരു റേഡിയോ ലാംഗ്വേജിൽ പല സമയങ്ങളിലും ആർപ്പുവിളികൾ കുറവാണ്. ലാംഗ്വേജിനകത്ത് FM-നകത്ത് അത് കൂടുതലാണ്. അത് ഒരു പ്രക്ഷേപണ സ്റ്റൈലിലും വ്യത്യാസമുണ്ട്. അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. എൻ്റെ ഒരു പേഴ്സണലായ അഭിപ്രായമാണ്. സാർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ കേട്ട സാറിൻ്റെ വിക്ഷേപണ പ്രകാരം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദ്രൗപദി മുർമു വരുന്നു, NDAയിൽ അദ്ദേഹം അവർ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ തുഞ്ചൻ ഉത്സവം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പുഴ വൃത്തിയാക്കിയിട്ട് അവിടെ ചെളി കോരി ആഴം കൂട്ടുന്നു. ഇതൊക്കെ ഇന്ന് വന്ന ബുള്ളറ്റിനുകളാണ്. അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താവുന്ന അഫ്ഗാനിസ്ഥാൻ സെമി സാധ്യത നിലനിർത്തുന്നത്, ഇതൊക്കെ നമ്മളിപ്പോൾ കേട്ടതാണ് ഇതിനു മുമ്പ്. ഇത് ഓർമ്മയിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഭാഷയുടെ വടിവും അല്ലെങ്കിൽ ആകാശവാണിയോടുള്ള അടുപ്പവും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മളത് കേൾക്കുന്നത് കൊണ്ടൊക്കെ. FM കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, ഞാൻ ഉൾപ്പെടെ അതിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ഒരു സ്വയം വിമർശനം എന്നുള്ള രീതിയിൽ കൂടി പറയേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ആ ബ്രാൻഡിന്റെ പേര്, അതിനൊരു ടാഗ് ലൈൻ ഉണ്ടാവും, അത് പിന്നെ ഒരു പാട്ട് തുടങ്ങാൻ പോകുന്നു, പാട്ട് അവസാനിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പലപ്പോഴും ശ്രോതാവിനൊന്നും കിട്ടാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇൻഫർമേഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നത് ഇൻഫർടൈൻമെൻ്റ് ആണ്. ഇൻഫർമേഷൻ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് വേണം.
അതൊരു വലിയൊരു പരിമിതിയാണ്. സ്വകാര്യ FM ചാനലുകളിൽ ഒരു പരിമിതി കുറേയൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് എൻ്റർടൈൻമെൻറ്റാണ് കൂടുതലായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, രണ്ടും കൂടി സമ്മിശ്രമായിട്ട് സമ്മേളിക്കുന്നൊരു പരിപാടിയാണ് ഞങ്ങളുടെ ആകാശവാണിയുടെ പരിപാടി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 3 ഓപ്ഷനുകൾ ഉണ്ടെന്നാണ് മൂന്നൊന്നല്ല, ഒരുപാട് അല്ല പ്രധാനമായി 3 ഓപ്ഷനുകൾ ഉള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഒരു റിസർച്ച്. ഒന്ന് അധ്യാപനം ആഗ്രഹമുണ്ടെന്ന് കേൾക്കുന്നു. ഇല്ല, മറ്റൊന്ന് മറ്റു മാധ്യമങ്ങളിലേക്ക് നോക്കാം എന്നുള്ളതാണ്. പിന്നുള്ളത് കൃഷിയാണ്. കൃഷിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കണം. എന്താ കൃഷിയോട് ഒരു പെട്ടെന്നൊരു ഇഷ്ടം? നമുക്ക് മനസ്സിന് വലിയൊരു ആഹ്ലാദം തരുന്ന കാര്യമാണ്. നമ്മൾ ആ പച്ചപ്പിലേക്ക് നിന്ന് നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാതൊരു സന്തോഷം തരും. പക്ഷെ മടിയൻ കൃഷി ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഒരു അല്ല, കൃഷിയിൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ നല്ല വിളവ് കിട്ടണം, അല്ലെങ്കിൽ മോശമാവും. അപ്പോൾ ആ രംഗത്ത് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് പലരും ഇപ്പോൾ പറയാറുള്ള എന്താ അറിയോ, ഞാൻ കൈക്കോട്ടെടുത്ത് ഇറങ്ങാറില്ല, കാരണം എനിക്ക് വേപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന്. ഞാനതെല്ലാം അങ്ങനെ പറയില്ല. അതെനിക്കൊരു താല്പര്യമാണ് കൃഷി എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്താൽ നമുക്ക് മനസ്സിന് സന്തോഷം തരും, പൈസയും തരും, രണ്ടുമുണ്ട്. അതാണ് ആ കൃഷിയോട് എനിക്കുള്ള താല്പര്യം. മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. മാധ്യമം അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു മരണം നടക്കുന്നു, ഒരാൾ അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തിനെ വധിക്കുന്നു. ആ പെൺസുഹൃത്തിൻ്റെ ആങ്ങളയോട്, അതായത് സഹോദരനോടാണ് ഈ അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്ന് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നത്. അപ്പോൾ അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മനുഷ്യത്വത്തിന്റെ തലയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിലേക്ക് ഈ കൊലപാതകം എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു, എങ്ങനെ ചെയ്തു, എത്ര ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നതിന്റെ വശം മറ്റൊരു സ്ഥലത്ത്. അവിടെയാണ് മാധ്യമം ഒരു ഓപ്ഷനായിട്ട് പറയുന്നത്. ഈ ഇപ്പോഴത്തെ നവമാധ്യമ സംസ്കാരത്തോട് ചേർന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റില്ല. അതിന് കാരണം എന്താണെന്നറിയോ, ഈ നവമാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. നമ്മുടെയൊക്കെ എന്ത് പറഞ്ഞാലും ശരി, എങ്ങനെ പ്രവർത്തിച്ചാലും ശരി, ക്രൈം നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകം ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു ഒരു 5 പേരെ കൊന്നൊരു സംഭവം. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അത് എങ്ങനെ ഉണ്ടായി, ആരാണ് ഇവനെ സഹായിച്ച ആളുകൾ, ഒരാളെ കൊണ്ട് ഇത്രയും പറ്റൂ. അപ്പോൾ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ മറ്റുള്ള അറിഞ്ഞില്ലേ, വീണ്ടും ആ വീട്ടിൽ ഒരു കൊലപാതകം നടക്കും. ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഇതിന് ഉത്തരം കണ്ടെത്തണം നമ്മൾ. ആ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇതുപോലുള്ള കുറേ ചോദ്യങ്ങൾ വരണം. പക്ഷെ അവിടെയും പരിധി വിട്ട് പോകുന്നുണ്ട്. കാരണം ആ ഒരു നമ്മുടെ ഒരു ആ ജിജ്ഞാസ മുതലെടുക്കുകയാണ്. അത് എക്സാജറേറ്റ് ചെയ്ത് വലുതാക്കി പറഞ്ഞ് മുതലെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് കടന്നു വരുന്നു. അത് ഒഴിവാക്കണം. എന്താണോ പ്രത്യേകിച്ച് കേട്ടേണ്ടത് അത് മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ സംഭവം, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ക്രിമിനൽസ് ഉയർന്നു വരും, ഒരു പ്രചോദനം വരും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. 5 പേരെ കൊന്നവൻ വലിയൊരു ഹീറോ ആയി. അപ്പോൾ എനിക്കാണെങ്കിലും നമ്മൾ അറച്ചു നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ലാതാവും. അപ്പോൾ എല്ലാവരും ഈ രംഗത്തേക്ക് കടന്നു വരും. അതിന് ഇങ്ങനത്തെ സംഭവങ്ങൾ വളരെ ഒരു പ്രചോദനം സൃഷ്ടിക്കുന്നതന്നെയാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അത്തരം തലങ്ങളിലേക്ക് പോകാതെ അവർക്ക് ആവശ്യമുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം കൊടുക്കുക. നമ്മൾ വലുതാക്കിയിട്ട് പറയാതെ അതിൻ്റെ എല്ലാം കൊടുക്കണം. ഇവിടെ പറയുമ്പം വിഷം എവിടുന്ന് മേടിച്ചു, അല്ലെങ്കിൽ അത് എത്ര പൈസ കൊടുത്ത് മേടിച്ചു, അത് ഏത് കടലാസിൽ പൊതിഞ്ഞു, എപ്പോൾ എത്തിച്ചു, ഇതിങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വാച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സഹപ്രവർത്തകർ എത്രയോ കാലമായി നമ്മുടെ തൊട്ടടുത്തുള്ള ഇരിപ്പിടങ്ങളിലൊക്കെ ഇരുന്നവർ, ഉച്ചയൂണിൻ്റെ സംസാരം, ക്യാൻറ്റീനിലുള്ള ഒത്തുകൂടലുകൾ, വർഷങ്ങളിലുള്ള ആഘോഷ പരിപാടികൾ മിസ് ചെയ്യില്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടും മിസ് ചെയ്യും. അവർക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. പലരും സംസാരിക്കുമ്പോൾ അവരെ കണ്ണ് നിറയുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെയും കണ്ണ് ഞാൻ നിറയാതിരിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇത്രയും ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഇത്രയും കാലം 10-25 വർഷമായാലും ഇവിടെ വർക്ക് ചെയ്യുന്നു. പുതുതായിട്ട് വന്ന ആളുകളും നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ, നമ്മുടെ പാനലുണ്ടായിരുന്ന ആളുകളൊക്കെ, അവർക്കൊക്കെ വിഷമമാണ്. പക്ഷെ പോയാലേ പറ്റുള്ളൂ. നമുക്ക് 60 കഴിഞ്ഞാൽ പിന്നെ ഈ പടി കയറാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആ ഒരു അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിന്ന വേറെ കുഴപ്പമില്ല. ഈ മുത്താപ്പാൻ്റെ റേഡിയോ എന്ന് തുടങ്ങിയ ജിജ്ഞാസയാണല്ലോ ഇത്. അത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് സാർ. അവരോട് ആഗ്രഹങ്ങളെ പിന്തുടരാൻ ഹക്കിം കൂട്ടായി എന്താ പറയുക? നമ്മൾ ഒരു പരാജയത്തിൽ നിന്ന് പിന്മാറരുത്.
പരാജയം സംഭവിക്കും. നമുക്ക് ആഗ്രഹങ്ങളെല്ലാവർക്കും സ്വപ്നങ്ങളും കാണും, ആഗ്രഹങ്ങളും കാണും. രണ്ടായിരുന്നാലും ശരി, അത് പൂർത്തീകരിക്കാൻ നമുക്ക് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അതുവരെ പോകണം. ഇടയ്ക്ക് വെച്ച് പിന്മാറരുത്. നമ്മളെക്കൂടെ സാധിക്കില്ല എന്ന് തോന്നരുത്, നമുക്ക് സാധിക്കും. അപ്പോൾ അത് സാധിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകും. കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ഒരു കൂട്ടിയിട്ട് അതെങ്ങനെ നേരിടണമെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ മിക്ക സ്വപ്നങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. പല നമ്മളെ അടുത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 1 or 2 അറ്റംപ്റ്റ് നടത്തിയിട്ട് അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോവില്ല. അതെന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ശരിയാവില്ല. എല്ലാവരുടെയും ചിന്ത ഇത് നെഗറ്റീവായിട്ടുള്ള പറഞ്ഞത്, എന്നെക്കൊണ്ട് ശരിയാവില്ല, ഞാൻ ശരിയല്ല എന്നുള്ളൊരു തോന്നലാണല്ലോ. അത് ഒരു മാറ്റം വേണം. അപ്പോൾ യുവാക്കളോട് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ശ്രോതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതെന്ത് ത്യാഗം സഹിച്ചും നേടിയെടുക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ കൂടണം. അവസാനം വിജയം ഉണ്ടാവും. അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംതൃപ്തി ഉണ്ടല്ലോ, ശ്രോതാക്കൾക്കുണ്ടാകുന്ന സംതൃപ്തി, അത് വലുതായിരിക്കും, വളരെ വളരെ വലുതായിരിക്കും. നേരത്തിന് ഒരുപാട് നന്ദി. ഒരു യുഗം അവസാനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. ഇങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. കുട്ടിക്കാലത്തും അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ കുട്ടിക്കാലങ്ങളെ ഇൻഫോർടൈൻമെൻ്റ് കൊണ്ട് നിറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ചാരിതാർത്ഥ്യം എന്നും ഉള്ളിലുണ്ടാവണം. ഇനിയും ഏതെങ്കിലും ഒരു വിധത്തിൽ, ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ഒരു വിധത്തിൽ ഞങ്ങൾക്ക് കേൾക്കാനും ഇനി കാണുകയും ചെയ്യാനും കാണാനും ഒക്കെ സാധിക്കട്ടെ. നേരത്തെ ഒരുപാട് നല്ല നമസ്കാരം.